അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഇത്തിബാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഈമാനുള്ളവരെന്ന് ലോകത്ത് പഠിപ്പിച്ച സ്വഹാബിമാരാണ്. അവരുടെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. ബിദ്അത്തുകാർ അവരെ തള്ളിക്കളഞ്ഞവരാണ്. മലയാളത്തിൽ വരെ കേരളത്തിൽ ഇന്നും തിരുത്താതെ എഴുതപ്പെട്ട ഗ്രന്ഥത്തിലുണ്ട്, കേരളത്തിലെ മൗലിയാക്കന്മാര് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് ദീനിൽ തെളിവല്ല എന്നും മലയാളത്തിൽ എഴുതി വെച്ചത് ഇന്നും തിരുത്താതെ അങ്ങനെ തന്നെയുണ്ട്. നഊദു ബില്ലാഹ്. പിന്നെ ആരെയാണ് തെളിവ്? നിങ്ങൾ കണ്ടില്ലേ, കാണാതായി പോയൊരു മൗലവി. അയാൾക്ക് ഏറ്റവും വലിയ വെറുപ്പാരോടായിരുന്നു? സയ്യിദുന അബൂ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിച്ചാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ ആശയങ്ങളെയും അംഗീകരിക്കേണ്ടി വരും. അതിന് ആദ്യം തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വ്യാജനാക്കി ചിത്രീകരിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വലിയ ഇൽമു കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് അനുഗ്രഹിച്ച മഹാനല്ലേ. ചെറിയ ഇൽമല്ലല്ലോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയത്. വലിയ ഇൽമല്ലേ കുറഞ്ഞ കാലം കൊണ്ട് നൽകിയത്. സ്വഹാബിമാരെ കൂട്ടത്തിൽ കുറഞ്ഞ കാലമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ശിഷ്യനായത്. പക്ഷേ പലർക്കും കിട്ടുന്ന ഇൽമിനേക്കാൾ അധികം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിന് കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പകൽ സമയത്ത് ജോലിക്ക് പോകുമ്പോ, നിങ്ങൾ വീട്ടിൽ വിശ്രമിക്കുമ്പോ, രാത്രി വീട്ടിൽ വിശ്രമിക്കുമ്പോ, ഞാൻ എൻ്റെ ഊണിലും ഉറക്കിലും യാത്രയിലും രാത്രിയിലും പകലും എല്ലാ സമയത്തും ഞാൻ കൂടെ നടന്നിരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമാണ്. ഞാൻ തങ്ങളെ കൂടെയുണ്ടാകുമ്പോ നിങ്ങളിൽ പലരെയും കാണാറില്ല. പലരും ജമാഅത്തിന്റെ സമയത്താണ് എത്താറുള്ളത്. ചിലർ സുബീന്റെ സമയത്ത് എത്തിയിട്ട് ദർസിൽ പങ്കെടുക്കും. ചിലർ മഗ്രിബിന്റെ സമയത്ത് എത്തിയിട്ട് ഇശായിനും കൂടെ ഇരുന്ന് കുറച്ച് ദർസ് കേൾക്കും. ഞാനങ്ങനെയല്ല. 24 മണിക്കൂർ എന്ന വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നാട്ടിലും യാത്രയിലും തങ്ങൾ എവിടെങ്കിലും വിശ്രമിക്കുമ്പോഴും ഞാൻ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് ധാരാളം ഇൽമു നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ പഠിച്ച ഹദീസുകൾക്ക് മറതി സംഭവിക്കുമ്പോഴല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പരാതിയുമായി വന്നത്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ അവിടുത്തെ ഹദീസ് ധാരാളം ഹിഫ്ളാക്കുന്നു, പക്ഷേ പെട്ടെന്ന് മറന്നു പോകുന്നു നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പ്രതിവചനമായി പറഞ്ഞത്, ഉബ്സുതി റിജാഅക, നിങ്ങളെ തട്ടം ഒന്ന് നിലത്തി വിരിക്കൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തലയിലിടുന്ന മുണ്ട്, തട്ടം തോളും തലയും മറക്കുന്ന തട്ടമില്ലേ, അതങ്ങ് വിരിച്ചു കൊടുത്തപ്പോ തങ്ങൾ അതിലേക്ക് 2 കൈയും കൂട്ടിയിട്ട് ഇങ്ങനെ വാരിയിടുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അത് നിങ്ങളെ നെഞ്ചിലേക്കൊന്ന് ചേർത്ത് വെക്കൂ. ആ വാരിയിട്ട ആ മുണ്ട്, ആ തട്ടം ഞാൻ എൻ്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചേർത്ത് പിടിച്ചു. ഫമാനസീതു ഹദീസം ബഅദഹു, അതിനുശേഷം പിന്നൊരൊറ്റ ഹദീസും ഞാൻ മറന്നിട്ടേ ഇല്ല. അത്രയും വലിയ ഇൽമിന്റെ ബഹറായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെയല്ലേ മദീനത്തെ പള്ളിയിൽ ദർസ് നടത്താൻ സ്വഹാബിമാര് ഐക്യകണ്ഠേന തങ്ങൾക്ക് ശേഷം ചുമതലപ്പെടുത്തിയത്. മഹാനവർകൾക്കല്ലേ ഒരുപാട് ശിഷ്യന്മാരെ അല്ലാഹു നൽകിയത്. സഹോദരങ്ങളെ, ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കാണാതായി പോയ മൗലവി പറ്റേ തള്ളിക്കളഞ്ഞു. സ്വീകരിക്കാൻ പാടില്ലെന്ന് വരെ എഴുതിക്കളഞ്ഞു. സ്വഹാബിമാരെ തള്ളിപ്പറയാൻ പാടില്ല. അവരെ ഈമാനും അവരെ ഇഖ്ലാസും അവരെ അമലും, അത്ര മുന്തിയ ഈമാനും ഇഖ്ലാസും അമലും ലോകത്ത് ഈ ഉമ്മത്തിൽ മറ്റാർക്കെങ്കിലും ഉണ്ടോ? ലോകത്ത് വേറെ ആർക്കും ഇല്ല. ഏറ്റവും വലിയ മഹത്വം അല്ലാഹു തആല അവർക്ക് നൽകിയിട്ടുണ്ട്. ആ സ്വഹാബിമാരെ അംഗീകരിക്കണം. ഇരിക്കട്ടെ, ഈമാനാണ് വിഷയത്തിന്റെ കാതലായ വശം.
ഈമാനില്ലെങ്കിൽ ജയിക്കാനൊക്കൂലേ? ജയിക്കാനൊക്കില്ല. പാരത്രിക ലോകത്തെയും ദുനിയാവിലെയും വിജയമില്ലേ ശാശ്വതമായ വിജയം? സഅദത്തുദ്ദാറൈൻ, രണ്ട് ലോകത്തെയും വിജയം വേണ്ടേ? അതിനനിവാര്യമായ ഒന്നാമത്തെ വിഷയമാണ് ഈമാൻ. ഇല്ലല്ലദീന ആമനു, ഈമാനുള്ളവർ ഒഴികെ. ഈമാൻ യഥാർത്ഥ രൂപത്തിൽ വേണം. ആ ഈമാനിന് കമാലിയത്ത് ലഭിക്കാനാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ജാഗരൂകരായി നമ്മൾ നടത്തുന്നത്. സഹോദരങ്ങളെ, ഈമാനിന്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ അള്ളാഹു പറഞ്ഞില്ലേ, വഅമിലുസ്സാലിഹാത്ത്. രണ്ടാമത്തെ കാര്യം, സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരികെ. അഅമാലുസ്സാലിഹ, സൽക്കർമ്മങ്ങൾ വേണം വിജയിക്കാൻ. ഈമാന് മാത്രം പോരാ. ഈമാനിന് ഊടും പാവും നൽകുന്നത് സുഹൃതങ്ങളാണ്. ഈമാനിന് കരുത്ത് പകരുന്നത് സുഹൃതങ്ങളാണ്. അമലില്ലാതെ ഈമാന് മാത്രം കൊണ്ട് കാര്യമായിട്ട് നേട്ടങ്ങളില്ല. ഒരുപക്ഷെ ആ ഈമാനിന് ശക്തമായുള്ള തൂണില്ലാത്തത് കൊണ്ട് തെറിച്ചു പോകാനും സാധ്യതയുണ്ട്. സുഹൃതങ്ങൾ വേണം. അവിടെ വലിയൊരു നീണ്ട ചർച്ചയുണ്ട്. ഞാൻ ചുരുക്കി പറയാം. ഈമാനും അമലുസ്വാലിഹാത്തും രണ്ടും വ്യക്തിപരമായ കമാലിയത്തിന് അനിവാര്യമാണ്. ഓരോ വ്യക്തികളിലും വ്യക്തിത്വ സ്ഥലങ്ങളിൽ പൂർണ്ണത വേണോ? അതിന് ഈമാനും വേണം, സുഹൃതങ്ങളും വേണം. സൽക്കർമ്മങ്ങളില്ലാതെ പൂർണ്ണത ലഭിക്കില്ലേ? ഇല്ലേ? ഇല്ല. കണ്ടില്ലേ നിങ്ങൾ? അതും പറയുന്ന കുറെ കൂട്ടക്കാരുണ്ട്. ഈമാന് മതി, ഈമാന് നല്ലോണം ഉണ്ടായാ മതി, നിസ്കരിച്ചോണമെന്നില്ല, നോമ്പ് നോറ്റോണമെന്നില്ല, ഹജ്ജ് ചെയ്തോണമെന്നില്ല. അതൊക്കെ സമൂഹത്തിലെ ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി വലിയക്കന്മാര് പറയുന്ന ഓരോ വിടുവായിത്തങ്ങളാണ്. നഊദു ബില്ലാഹ്. അല്ല കേട്ടോ, വിജയിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞിടത്ത് മുഴുവനും ഈമാന് മാത്രമായിട്ട് അല്ലാഹു പറഞ്ഞിട്ടില്ല. അൽ കഹ്ഫ് സൂറത്തു അജ്റമൻ അഹ്സന അമലാ ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. സ്വർഗത്തിൽ പോകുന്ന ആളുകളെ പറ്റി പറഞ്ഞിടത്തൊക്കെ ഈമാനിനോട് ചേർത്ത് അല്ലാഹു തആല അമലുകളും പറഞ്ഞിട്ടുണ്ട്. വിജയിക്കണമോ? ഈമാന് മാത്രം പോരാ, സുഹൃതങ്ങളും വേണം, സൽക്കർമ്മങ്ങളും വേണം. സുഹൃതങ്ങൾ ധാരാളമായി നിർവഹിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഏതെല്ലാം സുഹൃതങ്ങളുണ്ടോ ആ സുഹൃതങ്ങളിലൊക്കെ ഒരു വിശ്വാസിക്ക് പങ്ക് വേണം. ആ സുഹൃതങ്ങൾ എന്തിനാ ചെയ്യുന്നത്? അത് ഈമാനിന്റെ പൂർണ്ണതക്ക് സുഹൃതങ്ങൾ അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കമാലുൽ ഈമാൻ ഒരു മനുഷ്യന് ലഭിക്കുന്നത് 4 കാര്യങ്ങൾ അയാളിൽ പൂർണ്ണ രൂപത്തിൽ ഉണ്ടാകുമ്പോഴാണ്. ഏതാ 4 എണ്ണം? ഇദാ അഹബ്ബ ലില്ലാഹ് വഅബ്ഗള ലില്ലാഹ് വഅതാ ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ഏതൊരാളെ സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹിക്കുന്നതിലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ, വെറുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ, കൊടുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ, കൊടുക്കാതിരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ, 4 സംഗതികളും ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാണോ? ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ഈമാനെ പൂർണ്ണമാക്കി. 4 കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി പൂർണ്ണമാക്കുന്ന ഒരാള്, സഹോദരങ്ങളെ, അത് ചെറുതല്ല. അള്ളാഹുവിന് വേണ്ടി മഹബത്ത് വെക്കുന്ന ആൾക്ക് ഒരുപക്ഷെ ദുനിയാവിൽ സുഖങ്ങളൊക്കെ ഒരുപാട് കൈവയ്ക്കേണ്ടി വരും, വിഷമങ്ങൾ തരണം ചെയ്യേണ്ടി വരും. മഹബത്ത് അള്ളാഹുവിന് വേണ്ടിയല്ലേ. ദുനിയാവിന്റെ പല സംഗതികളും അയാൾക്ക് സങ്കുചിതമായി തോന്നും. കാരണം അയാൾ മഹബത്ത് വെക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടിയാണ്. സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ കുറഞ്ഞു വരും. കുറഞ്ഞാലും മഹബത്തിന് കുറവുണ്ടാകാൻ പാടില്ല.
സ്നേഹത്തിന് ഹുബ്ബിന് കുറവുണ്ടാകാൻ പാടില്ല, അതിന് ഇളക്കം സംഭവിക്കാൻ പാടില്ല. മാറ്റം സംഭവിക്കുമോ? സംഭവിക്കാം. ദുന്യാവിന്റെ ചാബല്യങ്ങളിൽ പെട്ടുപോകരുത്. അപ്പൊ നമ്മുടെ മഹബത്ത് കുറഞ്ഞു, യഥാർത്ഥത്തിലേക്കുള്ള ഹുബ്ബാകൂല. യഥാർത്ഥത്തിലുള്ള ഹുബ്ബാണോ ആ ഹുബ്ബിന്റെ അടിസ്ഥാന വിഷയം ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി. അള്ളാഹുവിന് വേണ്ടിയാണ് മഹബത്ത് എന്നെങ്ങനെ മനസ്സിലായി? മറ്റാരെങ്കിലും കണ്ടാൽ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നതെന്ന് ആളുകൾക്ക് തോന്നും, പക്ഷെ അയാൾക്ക് തോന്നൂല. ഞാൻ അള്ളാഹു തആലാക്ക് വേണ്ടി സഹിക്കാന്ന് അയാൾ പറയുള്ളൂ. ഒരു പ്രയാസം ഉണ്ടോ ചോദിച്ചാൽ പ്രയാസമില്ല എന്ന് പറയും. സഹിക്കും, സഹിച്ചു പിടിക്കും. എത്ര ബഹിഷ്കരണമാണ് അയാൾക്ക് വന്നതെങ്കിലും ദീന് വിട്ടുപോകൂല. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, യുവത്വത്തിന്റെ നല്ല പ്രസരിപ്പിലാണ് മഹാനവറുകൾക്കൊരു ബഹിഷ്കരണം വന്നത്. ആരാ ബഹിഷ്കരണം നടപ്പിലാക്കിയത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തബൂക്ക് യുദ്ധത്തിൽ തബൂക്കിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ വന്ന ബഹിഷ്കരണമാണ്. നല്ല യുവത്വമുള്ള, നല്ല പ്രസരിപ്പുള്ള, ആരോഗ്യവാനായ മഹാനാണ് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. പോകണം എന്ന് ഉദ്ദേശിച്ചു, പക്ഷേ പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ നിന്ന് നേരെ മദീന പള്ളിയിൽ വന്നു. തബൂക്കിൽ പോയ ശേഷം, തബൂക്കിൽ കാര്യമായിട്ട് യുദ്ധങ്ങളൊന്നും നടന്നിട്ടില്ല, എന്നാലും പോയത് വിജയം തന്നെയാണ്. വലിയ ചൂടുള്ള കാലത്ത് ഈത്തപ്പഴ മരങ്ങളൊക്കെ നല്ല പഴുത്തു പാകമായി പറിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയ. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോകാൻ വാഹനങ്ങളൊക്കെ ഉണ്ട്, പോകാതിരിക്കാനുള്ള പ്രതിബന്ധങ്ങളൊന്നുമില്ല. പോകാന്ന് കരുതി, പക്ഷെ പോയില്ല. അങ്ങനെ ഉണ്ടാവൂല ചില ആളുകൾ. നമുക്ക് പോകാം, വാഹനം ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ എന്നൊക്കെ കരുതും, പിന്നെ പോയില്ലാന്ന് വരും. മഹാനവറുകൾ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തിരിച്ചു വന്നപ്പോ ചോദിച്ചു, മദീന പള്ളിയിലെ ആളുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും വന്നിങ്ങനെ കാരണം പറയാണ്. എവിടെ തങ്ങൾ പോയി വന്നാലും പങ്കെടുക്കാത്ത ആളുകൾ ആദ്യം വന്നിട്ട് കാരണം പറയും. ചില ആളുകൾ കാരണം തുടങ്ങുമ്പോഴേക്ക് തങ്ങൾക്കറിയും ഇനി അത് ഫുള്ള് പറയാൻ നിൽക്കണ്ടെന്നിട്ട് ആ ശരി പോയിക്കോളൂ എന്ന് പറയും. കാരണം ബാക്കി തുടങ്ങുമ്പോൾ തന്നെ കളവാണെങ്കിൽ ബാക്കി കളവ് കൂടി കേൾക്കണ്ടല്ലോ, പോയിക്കോളൂ എന്ന് പറയും. മുനാഫിക്കുകളായിരിക്കുമല്ലോ അധികവും. അവരോരോ കാരണങ്ങൾ ഇങ്ങനെ ചൂട്ടി പറയും. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തേ വരാതിരുന്നത്? ഒറ്റ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് പിന്തി? കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളല്ലാത്ത മറ്റൊരു നേതാവിന്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ എന്തെങ്കിലൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷപ്പെടുമായിരുന്നു. വല്ലാഹി ഇന്നി ഉഴ്തീതുൽ ജദൽ, നല്ലോണം തർക്കിക്കാനും പറയാനുള്ള കഴിവെനിക്കുണ്ട്, സംവദിക്കാനുള്ള നല്ല ശക്തിയുണ്ട്. പക്ഷേ ഞാൻ ഇരിക്കുന്നത് തങ്ങളെ മുന്നിലല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് പറയട്ടെ, മാലീ മിൻ ഉദുർ, ഒരു പ്രതിബന്ധവുമില്ല. വരാതിരിക്കാൻ പല കാരണങ്ങളും പലർക്കും ഉണ്ടാകും. ചിലർക്ക് ഭാര്യയ്ക്ക് അസുഖമായതുണ്ടാകും, ബാപ്പാന്റെ ഉമ്മാന്റെ സമ്മതം കിട്ടാത്തതുണ്ടാകും, ഒട്ടകം പ്രസവിക്കാനായതുണ്ടാകും, മക്കൾ അസുഖബാധിതരുണ്ടാകും, അങ്ങനെ പ്രശ്നങ്ങൾ, ശാരീരിക രോഗങ്ങളുള്ളവരുണ്ടാകും. എനിക്ക് ഒരു കാരണവുമില്ല, വെറുതെ വരാ സ്വതഖ, ഇദ്ദേഹം സത്യം പറഞ്ഞിരിക്കുന്നു. ഇതിന് മുമ്പ് പറഞ്ഞവരെ പറ്റൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. മുമ്പ് പറഞ്ഞ ആളുകളൊക്കെ പലതും പറഞ്ഞു. പറഞ്ഞവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരി പോയിക്കോളി എന്ന് പറഞ്ഞു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തുറന്നു പറഞ്ഞു, നബിയെ ഒരു കാരണവുമില്ല. പക്ഷേ തങ്ങൾ വേറൊന്നും കൂടി പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കൂ, ഹത്താ യഖ്ളി അല്ലാഹു ഫീക്, നിങ്ങളെ വിഷയത്തിൽ അള്ളാഹു തീരുമാനിക്കുന്നത് വരെ. സ്വഹാബത്തിനോട് പറഞ്ഞു, ഒരാളും സലാം പറയാൻ പാടില്ല, സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല, പഴയകാലത്തെ പോലെ സൗഹൃദം പുലർത്താൻ പാടില്ല. അത് ശരി, ബഹിഷ്കരണ നിയമം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഉസ്താദ്മാർ കൊണ്ടൊന്നല്ല, അത് ദീനിൽ നേരത്തെ ഉണ്ട് സഹോദരങ്ങളെ. ഈ ഹദീസ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയും ലക്ഷ്യം പിടിച്ചത്. അല്ലാ യുസല്ലിമ അലൽ മുബ്തദിഇ, ഒരൊറ്റ ബിദ്അത്തുകാരനും സലാം പറയരുത്. വലാ യറുദ്ദു സലാമ മിൻഹും, അവരിൽ നിന്ന് സലാം മടക്കരുത്. കാരണം അവർ ദീനിൽ ഇല്ലാത്തത് കൂട്ടിയവരും ഉള്ളത് വെട്ടിച്ചുരുക്കിയവരുമാണ്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒന്നും കടത്തിക്കൂട്ടിയിട്ടില്ല, ഒരാശയങ്ങളും ചുരുക്കിയിട്ടില്ല. ഒരു നിസ്സഹകരണത്തിന്റെ പേരിലാണ് ഈ ബഹിഷ്കരണം. ഒരു ചെറിയ നിസ്സഹകരണത്തിന്റെ പേരിൽ ആരും മിണ്ടരുത്, അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ.
കഅബ് മാലിക് റളിയല്ലാഹു അൻഹു ആ പള്ളിയുടെ നടുത്തളത്തിൽ നിന്ന് പുറം ഭാഗത്തേക്ക് നീങ്ങി. പുറം ഭാഗത്തേക്ക് വന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കുറെ ആളുകൾ പറയുന്നു, കഅബേ നീ ഇത്ര പോരാത്ത ആളായി പോയല്ലോ, ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടില്ലേ, ഞങ്ങൾക്ക് നബി തങ്ങളും ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോഴേക്ക് ഞങ്ങളെ കറകളൊക്കെ മാറൂലേ, ഞങ്ങൾക്ക് സലാം പറയാം, തങ്ങളോട് ഏത് വിഷയം വന്ന് പറയാം, ആരോടും സംസാരിക്കാം, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയില്ലേ, നിങ്ങളോട് ഇനി ആരും മിണ്ടില്ലല്ലോ, അള്ളാന്റെ തീരുമാനം വരുന്നത് വരെ സലാം പറയൂല, സലാം മടക്കൂല, നിങ്ങൾ ഇത്ര കഴിവ് കുറഞ്ഞ ആളായി പോയോ. കഅബ് മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അവരുടെ പറച്ചിൽ കേട്ടിട്ട് എനിക്ക് തോന്നിപ്പോയി രണ്ടാമതും പോയിട്ട് തിരിച്ചു പറഞ്ഞാലോ, പറഞ്ഞത് മടക്കി പറഞ്ഞാലോ തോന്നിപ്പോയി. ഞാൻ ചോദിച്ചു, എന്നെ പോലെ പറഞ്ഞ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? രണ്ട് സ്വഹാബിമാരെ അവരെനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. ഹിലാൽ ഇബ്നു ഉമയ്യത്തുൽ വാഖിഫി റളിയല്ലാഹു അൻഹു, മുറാറത്ത് ഇബ്നു റബീഉൽ ഹൈതമി റളിയല്ലാഹു അൻഹു, രണ്ടുപേരും ഞാൻ നോക്കുമ്പോ പ്രായമുള്ള സ്വഹാബിമാരാണ്, അവര് വയസ്സ് കൂടിയവരാണ്, ഞാനോ ചെറുപ്പക്കാരനാണ്. നിങ്ങൾ മൂന്നാൾക്കാണ് ബഹിഷ്കരണം കിട്ടിയത്. സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്ന് തീരുമാനം വരണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മദീനത്ത് ജീവിക്കുന്ന ഒരു ജീവിതം ആലോചിച്ച് നോക്ക്. നിങ്ങളെ ഈ മഹല്ലത്തിന്റെ പരിധിയിൽ ഒരൊറ്റ കുട്ടിയും സലാം പറഞ്ഞിട്ട് മടക്കാതെ, ആരും ഇങ്ങോട്ട് സലാം പറയാതെ എത്ര ദിവസം ഈ നാട്ടിൽ നിൽക്കും? അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ തൗബയിലാണ് ഈ മൂന്ന് മഹാന്മാരും. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നത് ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാണ്. അവിടുത്തെ തീരുമാനമല്ലേ ഇത്. ആ തീരുമാനത്തിൽ അവർക്ക് യാതൊരു വിഷമവുമില്ല. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് തൗബ ചെയ്യുന്നു. പിന്നെയും തീരുമാനം വരുന്നുണ്ട്. 20 ദിവസമാകുമ്പോ അടുത്തൊരു കർശന തീരുമാനം വരുന്നു. 3 പേരെ വീട്ടിലെ ഭാര്യമാരോടും അവരവരെ വീടുകളിലേക്ക് പോകാൻ പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉത്തരവാണ്. 3 സ്വഹാബിമാരും അവരവരെ വീട്ടിൽ ഒറ്റക്ക് താമസിക്കട്ടെ. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മദീന നഗരത്തിലേക്കൊന്ന് ഇറങ്ങി. വലാഖത്ത് അലയ്യൽ അർളു ബിമാ റഹബത്ത്, വിശാലമായ മദീന, ഏറ്റവും ഇഷ്ടമുള്ള മദീന എന്റെ മനസ്സിൽ ഇടുങ്ങിപ്പോയി. എപ്പോഴും എന്നോട് ചെങ്ങാത്തം കെട്ടിയിരുന്ന എന്റെ എളാപ്പയുടെ മകൻ, ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോ ഒരു മതിലിനോട് മറഞ്ഞു നിന്നുകൊണ്ട് ഞാൻ സലാം പറഞ്ഞു. അപ്പോൾ എളാപ്പയുടെ മകൻ പറഞ്ഞു, നിന്റെ ശബ്ദം എനിക്കറിയാം, മറുപടി പറയാൻ പറ്റൂല. ഞങ്ങൾ ഒരുമിച്ചാണ് പള്ളിയിലേക്ക് പോകാറുള്ളത്, ഒരുമിച്ചാണ് ജോലിക്കും പോകാറുള്ളത്, എല്ലാ ഖൈറായ സംഗതികൾക്കും ഒരുമിച്ചാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനമല്ലേ, അള്ളാഹുവിന് വേണ്ടി സഹിക്കുക തന്നെ. ഭാര്യമാരോട് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോ നേരത്തെ പറഞ്ഞ 2 പ്രായമുള്ള സ്വഹാബിമാരെ ഭാര്യമാര് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് പാചകം ചെയ്യാൻ അറിയില്ല, പ്രായം കൂടുതലുള്ളവരാണ്, സ്വന്തമായി ഡ്രസ്സ് അലക്കാൻ കഴിയില്ല, ഞങ്ങളവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? ഉണ്ടെന്ന് തങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ പോകാം. നിങ്ങൾ കിടപ്പറ പങ്കിടരുത്. അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ ആ 2 ഭാര്യമാരും പറഞ്ഞു, നബിയേ, തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് തീരുമാനം പറഞ്ഞത് മുതൽ ഞങ്ങളെ ഭർത്താക്കന്മാര് ഞങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും സമയം അനുവദിക്കാറില്ല. നിസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിലേക്ക് വന്ന് തിരിച്ചു വീട്ടിലെത്തിയാൽ അവർ ഖുർആൻ ഓതുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, ദിക്ർ ചൊല്ലുന്നു, ദ്വാരക്കുന്നു, വേറെ ഒരു വർത്തമാനവുമില്ല. ആ 2 പേർക്കും ഇളവ് കിട്ടിയപ്പോ കഅബ് മാലിക് റളിയല്ലാഹു അൻഹുവോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങളെ ഭാര്യനോടും പോയി സമ്മതം ചോദിക്കാൻ പറയൂ. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഭാര്യനോട് ഞാൻ സമ്മതം ചോദിക്കാൻ പറയൂല, അവർ പ്രായമുള്ളവരാണ്, ഞാൻ ആരോഗ്യവാനാണ്. ഭാര്യയോട് പറഞ്ഞു, അള്ളാന്റെ ഭാഗത്തുനിന്ന് തൗബയുടെ വിഷയം വരുമ്പോ, ഞങ്ങൾക്ക് തൗബ കിട്ടി എന്നുള്ള വിവരം വരുമ്പോ നിനക്ക് ഞാൻ ആളെ പറഞ്ഞേക്കും, അന്നേരം വീട്ടിലേക്ക് വന്നാൽ മതി, നീ വീട്ടിലേക്ക് പോയിക്കോ.
പിന്നെ മഹാനവറുകൾ ഒറ്റക്കവിടെ താമസിക്കുന്നു. അള്ളാഹുവിന് വേണ്ടിയുള്ള മഹബത്തിന്റെ മാധുര്യം ഒന്നുകൂടി അറിയണമോ? ഇതൊക്കെ അനുഭവിച്ച് ഒരു ദിവസം മദീന മാർക്കറ്റിൽ, മദീന സൂഖില് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വന്നു നിൽക്കുമ്പോ ഒരാൾ വന്ന് ചോദിക്കുന്നു, അയിന കഅബ് ബിൻ മാലിക്, ആരാണ് ഈ കഅബ് ബിൻ മാലിക്, എവിടെയാണ് അദ്ദേഹത്തിന്റെ വീട്? അപ്പൊ സ്വഹാബിമാരിങ്ങനെ ചൂണ്ടിക്കാണിച്ചു തന്നു എന്റെ നേർക്ക്. അയാൾ എന്റെ അടുത്തേക്ക് വന്നിട്ടൊരു കത്ത് തന്നു. ആ കത്ത് ഞാൻ പൊളിച്ചു വായിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പരീക്ഷണത്തിന് മേൽ മറ്റൊരു പരീക്ഷണം കൂടിയാണ്. അല്ലാഹു തആലാക്ക് വേണ്ടി സഹിക്കല്ലാതെ വേറെ മാർഗല്ല. എന്താണ് അതിലുള്ളത്? ഒരു രാജാവിന്റെ കത്താണ്. ഹൊസാൻ എന്ന് പറയുന്ന രാജാവ്, ഗൈനാണ് സഹോദരങ്ങളെ, അതിന്റെ മേലെ പുള്ളിയുള്ള, നിങ്ങൾ പറയുന്ന ഹൊസാനല്ല, ഹൊസാൻ രാജാവ്. ആ ഹൊസാൻ രാജാവിന്റെ കത്താണ്. നിന്റെ നേതാവ് നിങ്ങളെ കൈ ഒഴിച്ചിട്ടില്ലേ? എന്തിന് മനസ്സ് ഇടുങ്ങിയിട്ട് പ്രയാസപ്പെട്ടവിടെ താമസിക്കണം? ഇങ്ങോട്ട് വരൂ, സൗകര്യങ്ങളൊക്കെ തരാം. കൊട്ടാരത്തിൽ എന്ത് സുഖവും സൗകര്യവും നിങ്ങൾക്ക് തരാം. ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് കത്ത് കിട്ടിയപ്പോ ആ കത്ത് ഇങ്ങനെ തുറന്നു നോക്കി വായിച്ച ശേഷം വലിച്ചു കീറിയിട്ട് അടുപ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഹാദാ ഐളം മിനൽ ബലാ, ഇത് പരീക്ഷണത്തിന്റെ പുറമെ മറ്റൊരു പരീക്ഷണവും കൂടിയാണ്. മുത്തുനബി തങ്ങളെ വിട്ടു പോവുകയോ, മദീന വിട്ട് വേറൊരു നാട് ഇഷ്ടം വെച്ച് പോവുകയോ എന്നെ കൊണ്ട് സാധ്യമേ അല്ല. ഈ പരീക്ഷണങ്ങളൊക്കെ വന്നിട്ടും സഹോദരങ്ങളെ, മഹബത്തിനൊരംശം കുറവില്ല, അംഗീകാരത്തിന് കുറവില്ല, തീരുമാനത്തിന് മാറ്റമില്ല. 50 ദിവസമായപ്പോഴാണ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്ത് സദസ്സിലിരിക്കുമ്പോ പള്ളിയുടെ പുറത്ത് വന്ന് ഉയർന്ന സ്ഥലത്ത് വന്നുകൊണ്ട് ഒരാൾ വിളിച്ചു പറയുന്നു, അബ്ശിർ യാ കഅബ് ബിൻ മാലിക്, അബ്ശിർ യാ കഅബ് ബിൻ മാലിക്. കഅബ് ബിൻ മാലികേ, സന്തോഷിച്ചോ? കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ചെരുപ്പിടാൻ ഞാൻ മറന്നുപോയി, സന്തോഷം കൊണ്ട് ഞാൻ വീട് വിട്ട് ഇറങ്ങി ഓടിപ്പോയി. മദീന പള്ളിയിൽ ചെല്ലുമ്പോൾ സ്വഹാബത്ത് എന്നെ നോക്കി സന്തോഷം പറയുന്നു. പലരും എന്നോട് സന്തോഷത്തോടെ സംസാരിക്കുന്നു. ഞാനങ്ങ് നേരെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലിരുന്നു. മുട്ടോട് മുട്ട് ചേർന്നിരുന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഹാദാ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള തീരുമാനമാണോ അതല്ല തങ്ങളിൽ നിന്നുള്ള തീരുമാനമാണോ? അല്ല, ബൽ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള തീരുമാനമാണ്. അല്ലാഹു ആയത്തിറക്കിയ ആയത്ത് ഇന്നും നമ്മൾ ഓതുന്നില്ലേ സൂറത്തു തൗബയിൽ, വഅലസ്സലാസത്തില്ലദീന ഖുല്ലിഫൂ, തീരുമാനം പിന്തിക്കപ്പെട്ട 3 ആളുകൾക്കും അല്ലാഹു തൗബ സ്വീകരിച്ചു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ജീവിതത്തിൽ അത്ര സന്തോഷമുള്ള ഒരു സംഗതി വേറെ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ തൗബയുടെ ഭാഗമാണ്. എന്റെ ഖൈബറിലുള്ള ഒരു ഭൂമി വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്യുന്നത് അതിന്റെ തൗബയുടെ സന്തോഷത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. ആ ഭൂമി തങ്ങൾ ഏറ്റെടുക്കണം, തങ്ങൾ സ്വീകരിക്കണം. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മഹബത്ത് വർദ്ധിക്കുകയാണ് സഹോദരങ്ങളെ. അവരാ സ്നേഹം വെച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്, ഭൗതികതയ്ക്ക് വേണ്ടിയാണ് സ്നേഹം എങ്കിൽ ആ എഴുത്ത് കിട്ടിയാൽ മദീന വിടുമായിരുന്നു. പുറം നാട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ സൗകര്യമായി വന്നാ മദീന വിടുമായിരുന്നു? ഇല്ല. കാരണം ആ സ്നേഹം അള്ളാഹുവിന് വേണ്ടിയാണ്, മഹബത്ത് അള്ളാഹുവിന് വേണ്ടിയാണ്. എന്തും അവിടെ സഹിക്കാൻ സന്നദ്ധതയുണ്ടാകും, എന്തും ത്യജിക്കാൻ സന്നദ്ധരായിരിക്കും. അതിനൊരു കുറവും ഒരു വിഷമവും ഒരു പോർലുമേൽക്കില്ല. വെറുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാകണം, പടച്ച റബ്ബിന് വേണ്ടിയാകണം. വിരോധം വെക്കുന്നത് താല്പര്യത്തിന്റെ കുറവോ കൂടുതലോ ഉണ്ടായിട്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതാണ്. അതുകൊണ്ട് ഞാനത് വെറുക്കുന്നു. പടച്ച റബ്ബ് വെറുക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല.
സ്വന്തം മകനോടും ആ രീതിയിലല്ലേ മഹാന്മാര് വിരോധം വെച്ചത്. ഭൗതിക താല്പര്യത്തിന്റെ പേരിലല്ല, അല്ലെങ്കിൽ അതിന്റെ താല്പര്യം കുറഞ്ഞതിന്റെ പേരിലല്ല, ഭൗതികമായി കിട്ടേണ്ട സംഗതി കിട്ടേണ്ടതുപോലെ കിട്ടാഞ്ഞിട്ടല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, ബദറിന് ശേഷമാണ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നത്. ആ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഉപ്പ, ബദറില് അബൂജഹലിന്റെ പക്ഷത്ത് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ നിങ്ങളെ ഞാൻ പലപ്പോഴും കണ്ടിരുന്നു. പക്ഷെ ബാപ്പയല്ലേ എന്ന് കരുതിയിട്ട് ഞാനങ്ങനെ മാറി മാറി പോയതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഞാൻ ഒരുപാട് നിന്നെ നോക്കി, പക്ഷെ കണ്ടില്ല. നിന്നെ ഞാൻ തെരഞ്ഞു, നീ ആ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെ തെരഞ്ഞു നോക്കി, പക്ഷെ കണ്ടില്ല. കണ്ടിരുന്നുവെങ്കിൽ നീ ഇപ്പൊ ഇസ്ലാമിലുണ്ടാവില്ല. ഞാൻ അവിടെ എന്റെ കൺമുന്നിൽ നീ പെട്ടിരുന്നുവെങ്കിൽ എന്താ എനിക്ക് നിന്നോടുള്ള വിരോധം? അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ നിന്നെ അന്ന് വെറുത്തത്. കാരണം നീ വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കാതെ സത്യം ബോധ്യപ്പെട്ടിട്ടും നീ അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നോടുള്ള വിരോധമാണ്, വേറെ ഭൗതികമായ ഒരു താല്പര്യത്തിന്റെ പേരിലുള്ള വിരോധമല്ല. വിരോധം വെക്കുകയാണെങ്കിൽ അങ്ങനെ, വെറുപ്പ് വെക്കുകയാണെങ്കിൽ അങ്ങനെ, വേറൊന്നുമില്ല. വേറൊരു വെറുപ്പില്ല സഹോദരങ്ങളെ. ആ വെറുപ്പ മഹാന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ ശിക്ഷിച്ചില്ലേ ജയിലിൽ? 150 ആളുകളാണ് മഹാനവറുകളെ ചാട്ടവാറ് കൊണ്ട് മാറി മാറി അടിച്ചത്. മഹാനവറുകൾ നിരപരാധിയായിട്ട് കേസൊക്കെ മാറി മഹാനവറുകൾക്ക് മോചനം കിട്ടി പുറത്തു വന്നപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരും സഹകാരികളും മുഹിബ്ബീങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളെ ശിക്ഷിച്ച ആളുകൾക്കെതിരെ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനോട് ഞാൻ അവർക്കൊക്കെ മാപ്പ് കൊടുത്തു. 150 ആള് ചാട്ടവാറ് കൊണ്ട് മാറി മാറി ആ മഹത്തായ ശരീരത്തിന് അടിച്ചിട്ട് ഞാൻ അവർക്കൊക്കെ മാപ്പ് കൊടുത്തു. ഇല്ലാ അഹ്ലൽ ബിദ്അ, എന്നെ തല്ലിയവരിൽ ബിദ്അത്തുകാരുണ്ട്, അവരോട് എനിക്ക് മാപ്പില്ല. എന്തേ അവരോടുള്ള വെറുപ്പ്? ബിദ്അത്ത് കൊണ്ട് തന്നെ, വ്യക്തിപരമായ വിരോധമല്ല. ബിദ്അത്ത് മാറിയിട്ട് അവരും വന്നാൽ അവർക്കും ഞാൻ മാപ്പ് കൊടുക്കുന്നു. വെറുക്കുന്നുണ്ടോ? വെറുപ്പ് അള്ളാഹുവിന് വേണ്ടിയാകണം. വ്യക്തിപരമായ താല്പര്യത്തിന്റെ കുറവിനോ കൂടുതലിനോ മറ്റു വല്ല സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഉള്ള വെറുപ്പാകരുത്. കൊടുത്തത് അള്ളാഹുവിന് വേണ്ടി, തടഞ്ഞത് അള്ളാഹുവിന് വേണ്ടി. ആ 4 സ്വഭാവങ്ങളും സ്വീകരിക്കുമ്പോ ഫഖദിസ്തക്മലൽ ഈമാൻ, അവന് ഈമാന് കമാലിയത്ത് ബാധിച്ചു, പരിപൂർണത ലഭിച്ചു. സഹോദരങ്ങളെ, ആരെ സ്നേഹിക്കുന്നുവെങ്കിലും ഇഷ്ടം വെക്കുന്നുവെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടം വെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ ഇഷ്ടമാണ്, ആ മഹബ്ബത്താണ് ഈമാനിന്റെ കാതലായ വശം. അതേ ഹലാവത്തുൽ ഈമാൻ പഠിപ്പിച്ച ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വിഷയം അങ്ങനെ തന്നെയല്ലേ? തലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയിലുണ്ടോ അവന് ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു. എന്താണ് ഈ മാധുര്യം എന്ന വാക്കിന്റെ വിവക്ഷ? പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇസ്തിൽദാദു ത്വആത്ത്, അതേ ഏത് ഇബാദത്തുകളും ഏത് പ്രതിസന്ധിയിലും ആനന്ദകരമായി മാത്രം സ്വീകരിക്കും. അതേ സയ്യിആത്തിനോട്, മാസിയത്തിനോട് കടന്ന വെറുപ്പും വിരോധവുമാണ്. എത്ര സൗന്ദര്യത്തോടെ മുന്നോട്ട് വന്നാലും, എത്ര ആളുകൾ അതിന്റെ പിന്നിൽ അഡിക്റ്റായാലും സ്വീകരിക്കൂല. ഈമാൻ, ഹലാവത്തുൽ ഈമാൻ ഖൽബിലുണ്ടെങ്കിൽ ആ 2 അവസ്ഥയുണ്ടാവും. ഈമാന്റെ മാധുര്യം എന്ന് പറഞ്ഞാല് നാവിൽ വെച്ച് നോക്കുമ്പോൾ മധുരണ്ടാകാന്നല്ല. എത്ര പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ഇബാദത്ത് കഴിവയ്ക്കാത്ത ആനന്ദം, ആരാധനക്ക് വലിയ ആനന്ദം. ആരാധന എപ്പോഴും ആനന്ദത്തോടുകൂടെ കൊണ്ടു നടക്കും. അത് ക്ഷീണിച്ച അവസ്ഥയിലാണെങ്കിലും എങ്ങനെങ്കിലൊക്കെ ഒപ്പിച്ച് നിർവഹിക്കും, ഒഴിവാക്കൂല. കാരണം അത് അത്രയും കൽബിന് അത്രയും നല്ല സന്തോഷമുള്ള കാര്യമായിട്ട് മാറി. സയ്യിആത്ത്, തിന്മ,
എത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഇതിന്റെ പിന്നിൽ നിന്നാലും കടുത്ത വെറുപ്പാണ്, വിയോജിപ്പാണ്. സ്വീകരിക്കാൻ ഒരു നിലക്കും കൂട്ടാക്കില്ല. ആര് വന്നിട്ട് ഏത് രൂപത്തിൽ അതിനെ പുതിയ പുതിയ മോഡലുകളിൽ കാണിച്ചു കൊടുത്താലും അത് മാസിയത്താണോ, തെറ്റാണോ, ദോഷമാണോ, അതിനോട് വല്ലാത്ത വിരക്തിയാണ്. ഈ രണ്ട് സ്വഭാവങ്ങളുമുള്ള ഹലാവത്തുൽ ഈമാൻ ഉണ്ടാകണമെങ്കിൽ അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും മറ്റു എല്ലാറ്റിനേക്കാളും മഹബ്ബായി മാറണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ആ വിധത്തിലേക്ക് അല്ലാഹു ഉയർത്തി തരട്ടെ. മറ്റു എല്ലാറ്റിനേക്കാളും എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി. നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പത്തും അതേ മാന്യം പേടിച്ചു പോകുന്ന നിങ്ങളുടെ ബിസിനസ്സും നിങ്ങൾ ഇഷ്ടം പോലെ റാഹത്തോടെ താല്പര്യത്തോടെ പാർക്കുന്ന പാർപ്പിടങ്ങളും ഈ 8 സംഗതികളും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി, അല്ലാഹുവിനെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെക്കാളും നിങ്ങൾക്ക് പ്രിയമുള്ളതായാൽ നിങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത് വരെ, തീരുമാനം വരുന്നത് വരെ കാത്തിരുന്നുകൊള്ളുക. മിമ്മാ സിവാഹുമാ എന്ന് പറഞ്ഞില്ലേ? അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും അല്ലാത്തതിനേക്കാളെന്ന് പറഞ്ഞില്ലേ? സ്വാഭാവികമായും ഒരു മനുഷ്യന്റെ മഹബത്തിന്റെ തലങ്ങൾ കൂടുതലായി ബന്ധിക്കുന്നതാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞ 8 എണ്ണം. ഈ പറഞ്ഞ 8 എണ്ണവും വകഞ്ഞു മാറ്റിയിട്ടുള്ള ഒരു മഹബത്ത്, അതാണ് ഹലാവത്തുൽ ഈമാൻ കിട്ടുന്നതിന്റെ ഒന്നാമത്തെ അടയാളം. അയ്യകൂനല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഉസ്താദെ, അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാകുമോ? മുഹിബ്ബീങ്ങൾക്കുള്ള മഹബത്തൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ അവരെ സ്വന്തത്തെക്കാളും സ്വന്തക്കാരെക്കാളും സഹോദരങ്ങളെക്കാളും കുടുംബത്തെക്കാളും സമ്പത്തിനേക്കാളും അവര് പരിഗണിച്ചത്, മുന്നോട്ട് വെച്ചത് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയുമാണ്. ഏറ്റവും വലിയ മഹബത്ത് അതിനാണ് അവർക്ക് ഏറ്റവും വലിയ മഹബത്തും സ്നേഹവും. ബാക്കിയുള്ള ഈ 8 എണ്ണമോ ആ മഹബത്തിലേക്കുള്ള വസായിലാണ്, മധ്യവർത്തികളാണ്. ഈ 8 എണ്ണവും ഒഴിവാക്കി തൊലാക്കലണമെന്നല്ല, ആ മഹബത്ത് ലഭിക്കാനുള്ള യഥാർത്ഥ വഴികളും റൂട്ടുകളുമാണ്. വിശദമായി ഞാൻ വിശദീകരിക്കുകയല്ല. സഹോദരങ്ങളെ, ഇതാകരുത് സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഭാജനങ്ങൾ, ഇതാകരുത്. ഈ 8 എണ്ണമാകരുത്. യഥാർത്ഥ മഹബത്ത് അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടുമാണ്. അത് ലഭിക്കാനും അതിന്റെ പാരമ്യതയിലേക്ക് ഉയരാനും ഈ 8 എണ്ണം സഹായികളാണ്. 8 എണ്ണവും അതിനാണ് അല്ലാഹു നൽകിയത്.